ഇറാനുമായി ഒരു സന്ധിക്കും തയ്യാറല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണം. യുദ്ധാനന്തരം കൂടുതൽ ശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുമെന്നും ആയുധ നിർമ്മാണം 4 ഇരട്ടിയാക്കുമെന്നും ട്രംപ് പറഞ്ഞു. US ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരണം 1332 ഫൈസൽ ഹംസയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഫൈസൽ. 7 ദിവസമായി ഇപ്പോഴും ആക്രമണത്തിന് കുറവില്ല. ഇറാൻ നിരുപാധികം കീഴടങ്ങുക അല്ലെങ്കിൽ നാശത്തിന്റെ വക്കിലേക്ക്, അതിൽ നിന്നും മോചിതരാകണമെങ്കിൽ നിരുപാധികം കീഴടങ്ങണം എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ? ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരു പരിഹാരം കാണാൻ ഒരു ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആശങ്ക ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധിക്കും തയ്യാറല്ല, നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, യുദ്ധാനന്തരം കൂടുതൽ മെച്ചപ്പെട്ടതും കൂടുതൽ ശക്തവും സാമ്പത്തികമായി കരുത്തുറ്റതുമായ ഒരു ഇറാൻ കെട്ടിപ്പടുക്കുമെന്നും അതോടൊപ്പം അതിന് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനിൽ അമേരിക്കയുടെ ആയുധ ശേഖരം, ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മിസൈലുകളും മറ്റും വളരെ അധികം കുറയുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനും ട്രംപ് മറുപടി നൽകുന്നുണ്ട്. 4 ഇരട്ടിയായി പ്രതിരോധ സംവിധാനങ്ങൾ, ആയുധങ്ങളുടെ ഉൽപ്പാദനം കൂട്ടുമെന്നാണ്. ഇതിനായി US ഡിഫൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ആ രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു വശത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ ഉടനീളം നടക്കുകയാണ്. ഒരാഴ്ചക്കിടെ 3000-ലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് US പറയുന്നത്. മാത്രമല്ല, ഇറാൻ്റെ നാവികസേനയെ പൂർണ്ണമായും തകർത്തു എന്നുള്ള ഒരു അവകാശവാദം കൂടി US സൈന്യം ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് 43 കപ്പലുകൾ തകർത്തു എന്നുള്ളതാണ്. മറുവശത്ത് ഇസ്രായേലിലേക്ക് ഇറാനും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു. ലബനനിൽ ഇസ്രായേലും ആക്രമണം നടത്തുന്നു. ഈ ഒരു 8ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും യുദ്ധത്തിന് യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ശമനമില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്.